കടമ്പഴിപ്പുറം അർബൻ ഗ്രാമീൺ സൊസൈറ്റിയിൽ 10 പവൻ മുക്കുപണ്ടം പണയം വയ്ക്കാൻ ശ്രമിച്ച 2 പേരെ പോലീസ് പിടികൂടി. സംശയം തോന്നിയ സൊസൈറ്റി അധികൃതർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇവർ കൊണ്ടുവന്നത് മുക്കുപണ്ടമാണെന്ന് കണ്ടെത്തി. ഇവന്റെ പെരപ്പണി ഞാനാണ്. അപ്പൊ അരുണ് പറഞ്ഞ ആളെ പറ്റുമ്പോ അപ്പോ ഇവൻ കുറച്ച് ഗോൾഡ് പണയം വെക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു 12,000 രൂപ പണിയില്ലേ കുറച്ച് ദിവസമായിട്ട്. അതെന്താ കാര്യം ചെയ്യാം, അവരെ പോയിട്ട് അവൻ വെക്കുമ്പോൾ 12,000 മണി പോയിട്ട് അങ്ങനെ പിന്നപ്പം കൊണ്ടതാണ്. ഞാൻ എന്നെ വരെ കാര്യം വിശ്വനാഥൻ നമ്പർ പറഞ്ഞു. ഞാൻ അരുണ് പറഞ്ഞാൽ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഞാൻ അവന്റെ പണിക്കാരനാണ്. അല്ലാതെ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഇതൊന്നുമില്ല. ഈ സാറിന് വീടിൻ്റെ അടുത്തുണ്ട്. നമ്മൾ സെൻട്രൽ പണിയാണ്. അങ്ങനെയാണ് ഞാൻ അതിന് മാറ്റുന്നത്. ആലങ്ങാട് സ്വദേശികളായ ഷമീർ, ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ഓഗസ്റ്റ് 20-ന് അമ്പലപ്പാറ സ്വദേശിയായ വിശ്വനാഥൻ എന്നയാൾ 11 പവൻ മുക്കുപണ്ടം ഇതേ സ്ഥാപനത്തിൽ പണയം വെച്ച് 7,17,000 രൂപ കൈപ്പറ്റിയിരുന്നു. ഇയാളുടെ സഹായത്താലാണ് ഷമീറും ഉണ്ണികൃഷ്ണനും പണയം വെക്കാനെത്തിയത്. സംശയം തോന്നിയ സൊസൈറ്റി അധികൃതർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇവർ കൊണ്ടുവന്നത് മുക്കുപണ്ടമാണെന്ന് കണ്ടെത്തി. ഇറച്ചി വാങ്ങുന്ന സ്വർണം പറയുന്നത് അതിപ്പോ വെട്ടി നോക്കിയപ്പോ ഉള്ളില് സ്വർണ്ണമല്ല, മോള് മാത്രമാണ് സ്വർണത്തിന്റെ ഒരു പ്ലേറ്റ് ഉള്ളൂ. വെട്ടി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇതിന്റെ ഒരു പച്ച കളറൊക്കെ വരില്ലേ? അത് ആസിറ്റ് വെച്ച് നോക്കിയപ്പോ ആ പുകഞ്ഞു പോകുന്നുണ്ട്. അതാണ് ഇതിന്റെ. എങ്ങനെ ഉള്ളില് ഗോൾഡില്ല പുറത്ത് ഗോൾഡ് വരിക? അതങ്ങനെ പണിയുന്ന ആൾക്കാരുണ്ടാവും. അതിനായിട്ട് പണിതതായിരിക്കാനും സാധ്യത. അതായത് ഗോൾഡ് കവറിംഗ് എന്ന് പറയാം. ഗോൾഡ് കവറിംഗ്. അതെ, ഗോൾഡ് കവറിംഗ് എന്നും പറയാൻ പറ്റില്ല. അതാണെങ്കിൽ പെട്ടെന്ന് മോളിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും. അത് ഗോൾഡ് കവറിംഗ് വെറും ഇതാണെങ്കിൽ ഇതിപ്പോ അത് വെട്ടിയാലേ അറിയാൻ കഴിയും. 2 പേർക്കുമെതിരെ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. ഏകദേശം 10 പവൻ ഗോൾഡ് ആയിട്ട് ഓർണമെന്റ് ബാങ്കിലായിട്ട് ഏകദേശം 6 ലക്ഷം രൂപയോളം വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ബ്രാഞ്ചിൽ വന്ന് ബ്രാഞ്ച് ഗോൾഡ് അപ്രൈസ് ചെയ്യുന്ന സമയത്ത് ആളുകൾ, നമ്മുടെ സ്റ്റാഫിന് തോന്നിയ സംശയം, നമ്മളത് ഗോൾഡ് പുറമെ വീണ്ടും രണ്ടാമത് റീചെക്ക് ചെയ്തപ്പോൾ അത് സ്പൂരിയസ് ആണ്, മറ്റേ ഫേക്ക് ഗോൾഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ പറയുന്ന ആളുകളോട് ചോദിച്ചു, ഇത് ഫേക്ക് ഗോൾഡ് ആണ്, നിങ്ങളുടെ പൂർണ്ണ അറിവോട് കൂടിയിട്ടാണ് നിങ്ങൾ വന്ന കാര്യങ്ങൾ എന്താ നമ്മൾ അവരോട് വളരെ വ്യക്തമായിട്ട് ചോദിച്ചു. കാരണം ഇതിന് മുന്നേ ഈ 2 പേര് നമ്മുടെ ബ്രാഞ്ചിൽ ഗോൾഡ് വെക്കാൻ വന്നിട്ടില്ല. അങ്ങനെ ചോദിച്ചപ്പോൾ വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരാള് തന്നതാണെന്നും വിശ്വനാഥന്റെ സുഹൃത്ത് അരുൺ, കോൺട്രാക്ടർ അരുൺ എന്ന് പറയുന്ന ഒരാളും കൂടി തന്ന ഗോൾഡാണ്. അപ്പോൾ അവര് തന്നതാണ് ഗോൾഡ് ഇവിടെ വെക്കാൻ. അവർക്ക് എന്തോ പൈസയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഗോൾഡ് കൊണ്ടുപോയി വെച്ച് പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം സ്ഥിരം പരിപാടികൾ അല്ലെങ്കിൽ സ്ഥിരം ഡയലോഗ്സ് നമ്മൾ പല സ്ഥാപനങ്ങളിലും നമ്മൾ കേട്ട് പരിചയമുണ്ട്. ഈ ഫേക്ക് ഗോൾഡ് വെക്കാൻ വരുന്ന ആളുകളൊക്കെ സ്ഥിരം പറയുന്നത് ഇത് എന്റെ ഗോൾഡ് അല്ല, വേറെ ആളുടെ ഗോൾഡ് ആണെന്നാണ് പറയുന്ന മറുപടി. അപ്പോൾ ഇത്തരത്തില് ഗോൾഡ് അനലൈസർ, പ്യൂരിറ്റി അനലൈസറിൽ പോലും ചെക്ക് ചെയ്തിട്ട് ഇത് കറക്റ്റ് ഗോൾഡ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് വരുന്ന മിക്കവാറും ഫേക്ക് ഗോൾഡുകൾ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ജാഗ്രത പുലർത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ബാക്കി നോക്കിയപ്പോൾ ഈ പറയുന്ന വിശ്വനാഥൻ എന്ന് പറയുന്ന ആളുടെ തന്നെ ഗോൾഡാണെന്ന് നോക്കിയപ്പോൾ ഈ പറയുന്ന വിശ്വനാഥൻ ഇതിനു മുന്നും ഇവിടെ പല ഇടപാടുകളും നടത്തിയിട്ടുള്ളതായി ഞങ്ങൾക്ക് മനസ്സിലായി. നോക്കുമ്പോൾ അതിലും ഒരു ഗോൾഡ് ഇതേമാതിരി ഫേക്ക് ഗോൾഡായിട്ട് 11 പവനോളം ഏകദേശം ഫേക്ക് ഗോൾഡായിട്ട് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വീണ്ടും ഞങ്ങൾ പാക്കറ്റ് പൊട്ടിച്ച് വീണ്ടും റീചെക്ക് ചെയ്തപ്പോൾ ഏകദേശം ഫേക്കാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിനെതിരെ ഞങ്ങൾ അടുത്ത പരാതി ഈ പറയുന്ന വിശ്വനാഥനെതിരെ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറെടുക്കുകയാണ്. CCN കടമ്പഴിപ്പുറം.